പിന്നെ പൊളിറ്റക്കോസിനെയും പിന്നെ വീഡിയോസിനെയും അതിനായ പോരാട്ടത്തിന് ബഹുമാനപ്പെട്ട വൈദ്യസേട്ടർ സന്നിഹിതരായിരിക്കുന്ന സിസ്റ്റേഴ്സ്, ഒന്നിലേറെ ബഹുമാന്യരായ മാനവിക കമ്മിറ്റികൾ, ഇവിടെ ഹാജരായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, അങ്കമാലി ഭദ്രാസന ദിനം വളരെ വിപുലമായി ആഘോഷിക്കുമ്പോൾ വളരെ വേദനിക്കുന്ന ഓർമ്മകൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ സ്മരിക്കുകയാണ്. നമ്മളിന്ന് തോട്ടപ്പാട്ട് ഉടുപ്പ് കുര്യാക്കോസ് അതുപോലെ മലങ്കര വർഗീസിയൻ രണ്ടുപേരെയും അനുസ്മരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള പ്രയാസം ഇതുവരെയും ഇത്ര ഹീനമായ ഒരു കൊലപാതകം നടന്നിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്തില്ലല്ലോ എന്നുള്ളതാണ്. കേരളത്തിൽ ഒട്ടനവധി കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടോ എങ്കിലും ഈ കൊലപാതകത്തിനുള്ള ഒരു പ്രത്യേകത ശ്ലൈഹിക വാഴ്വോടുകൂടി നടന്ന ആദ്യത്തെ കൊലപാതകം എന്നുള്ളത്. എല്ലാ തെളിവുകളും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ വന്നിട്ടും നിരവധി പ്രാവശ്യം ചോദ്യം ചെയ്യുവാൻ വിളിച്ചിട്ടും രാഷ്ട്രീയ നേതാക്കളുടെ സമ്മർദ്ദത്തിന്റെ ഫലമായി പ്രതിയെ അറസ്റ്റ് ചെയ്യുവാനോ ആ പ്രതിയെ കേസിൽ ഉൾപ്പെടുത്തുവാനോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കാറില്ല. ഒന്നാം പ്രതി എന്ന് പറയുന്ന ഒരു വൈദികനെ അറസ്റ്റ് ചെയ്യാതെ രണ്ടാം പ്രതിയായ കേസ് എടുത്തിട്ട് പോലും ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്യാതെ രണ്ടാം പ്രതി എന്ന പ്രതിയായ സിബിൻ ജോയി എന്ന് പറയുന്ന ആളിനെ തുറന്നിലടച്ചു. അന്ന് ന്യായമായും നമ്മുടെ ഇടയിൽ ആളുകൾ പലരും ചോദിച്ചു, എന്തുകൊണ്ട് ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നില്ല? കോടതിയിൽ ഈ വിഷയം വന്നപ്പോൾ CBI കോടതിയിൽ പറഞ്ഞത് പ്രതി സഹകരിച്ചതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാത്തത് എന്നാണ്. അങ്ങനെയെങ്കിൽ ഇന്നൊരു കൊലപാതകം നടത്തിയിട്ട് ആളുകൾ ഞാൻ ഒരു കൊലപാതകം ചെയ്തു എന്ന് പറഞ്ഞാൽ ആളിനെ അറസ്റ്റ് ചെയ്യുകയില്ലേ? ഇപ്പോൾ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന തെക്കേക്കര വർഗീസ് എന്ന അച്ഛനെ ഒരു ദിവസം പോലും ജയിലിൽ അടയ്ക്കുവാൻ സാധിച്ചില്ല. ഒന്നാം പ്രതിയാണ്. പ്രതി കുറ്റമേറ്റതാണ്. ആർക്കു വേണ്ടി? ശ്രേഷ്ഠ കാതോലിക്കയ്ക്ക് വേണ്ടി. ഈ അടുത്തിടെ വടക്കൻ പ്രദേശത്തു നിന്നുള്ള MP തുമ്മവൻ എന്ന സ്ഥലത്ത് വന്നിട്ട് കോലഞ്ചേരി പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു. എന്നോട് അദ്ദേഹം പറഞ്ഞത് അവസാനം എങ്ങനെയെങ്കിലും തീർക്കണമല്ലോ എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് ചർച്ച. ഏറ്റവും അവസാനം അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട് എങ്കിലും കേസിന്റെ വിധി സുപ്രീം കോടതിയിൽ നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് വന്നാലും നിങ്ങൾ എങ്ങനെയാണ് പള്ളിക്കകത്ത് കയറുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു. വളരെ ശരിയായ ഒരു ചോദ്യമാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പണ്ട് അതുകൊണ്ടാണ് ഇടുക്കിയിൽ നിന്ന് മത്സരിച്ചപ്പോ പത്തനംതിട്ടയിലുള്ള ഓർത്തഡോക്സ് വോട്ട് ചെയ്യാതെ തോൽപ്പിച്ച് വിട്ടത് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ. അദ്ദേഹമാണ് ഈ കേസ് അന്വേഷണത്തിൽ പല പ്രാവശ്യം ഡൽഹിയിലേക്ക് പറന്ന് സ്വാധീനിക്കുന്നതിന് വേണ്ടി പോയത്. പാർലമെന്റിൽ അംഗമായിരിക്കുന്നയാളാണ്. ഏതായാലും വീണ്ടും ഒരു അന്വേഷണത്തിന് നമ്മൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണല്ലോ. മെയ് മാസത്തിനു ശേഷമാണ് അന്വേഷണം നടക്കുന്നത് എങ്കിൽ യഥാർത്ഥ പ്രതിയെ പിടിക്കുമെന്നതിന് യാതൊരു തർക്കവുമില്ല. ഈ സാഹചര്യം ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ മെയ് മാസത്തിനു ശേഷമുള്ള അന്വേഷണത്തിൽ പ്രതി അകത്തു പോകും. ഇപ്പൊ പിന്നെ ചെയ്യാൻ പോകുന്നത്, പണ്ട് കോലഞ്ചേരി പള്ളിയുടെ കോലഞ്ചേരി ഹോസ്പിറ്റലിന്റെ ചാപ്പലയായിരുന്ന സമയത്ത് നടന്ന പ്രശ്നങ്ങളുടെ പേരിൽ എന്തോ കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ പോയതുപോലെ ഒരുപക്ഷെ മെയ് മാസത്തിൽ അതും നടന്നേക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച് വളരെ ശക്തമായി മുന്നേറുവാൻ സഭയ്ക്ക് പ്രാപ്തിയുണ്ട്. ഇവിടെ ഒരു RDO
പണികളും പൂട്ടിച്ചു എന്ന് കേട്ടു. അദ്ദേഹം നമ്മുടെ ആളുകളോട് പറഞ്ഞു, ഞാൻ ഇത്ര പണി പൂട്ടിച്ചിട്ടുണ്ട്, അടുത്തതും പൂട്ടുന്നതിന് എനിക്ക് മടിയില്ല എന്ന് പറഞ്ഞു. മൂവാറ്റുപുഴ ആദ്യം അദ്ദേഹം ധരിച്ചിരിക്കുന്നത് എക്കാലവും ഒരു ഭരണം തന്നെ നിലനിൽക്കുന്നതാണെങ്കിൽ ആ ധാരണ തെറ്റാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുമ്പോൾ ഒരു പക്ഷേ നിലപാട് മാറ്റാൻ അദ്ദേഹം തയ്യാറാകും. ഒരു ആദ്യം പറയുകയാണ്, പണി പൂട്ടിച്ചിട്ടുണ്ട്, പല പണികളും പൂട്ടിച്ചിട്ടുണ്ട്, അടുത്തത് പൂട്ടിക്കുന്നതിന് എനിക്ക് മടിയില്ല. ഞാൻ എറണാകുളം ജില്ലയിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലേക്കും ഞാൻ കടക്കുന്നില്ല, കാരണം സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, സഭയ്ക്കുള്ള അംഗീകാരം വളരെ വലുതാണ്. ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ക്ഷണം സ്വീകരിച്ച സെപ്റ്റംബർ മാസം ആദ്യവാരം 2012 സെപ്റ്റംബർ മാസം ആദ്യവാരം മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ മാർപ്പാപ്പയുടെ അടുത്ത് അവിടെ ചെന്നപ്പോൾ ലഭിച്ച സ്വീകരണം, പരിശുദ്ധ കാതോലിക്ക ബാബയെ സംബോധന ചെയ്യുന്നത് യുവർ ഹോളിനെസ് എന്നാണ്. പരിശുദ്ധ പിതാവേ, കേരളത്തിൽ ഇന്ത്യയിൽ മറ്റാരെങ്കിലും ആ പരിശുദ്ധ മാർപ്പാപ്പ വിളിക്കുമോ? യുവർ ഹോളിനെസ് വിളിക്കുമോ? ഇല്ല. അതാണ് നമ്മുടെ അംഗീകാരം. മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ 20 മിനിറ്റ് നേരം ചർച്ച ചെയ്യുവാൻ ആഗ്രഹിച്ചുവെങ്കിൽ ആ ചർച്ച നീണ്ടുപോയത് 45 മിനിറ്റ് നേരമാണ്. അതിനുശേഷം ഭക്ഷണം കഴിക്കുവാൻ ഇരുന്നപ്പോൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിക്ക് കുടിക്കുവാനുള്ള വെള്ളം കുപ്പിയിൽ നിന്ന് ഒഴിച്ചു കൊടുക്കുന്നത് വരെ മാർപ്പാപ്പയാണ്. അത്രമാത്രം വലിയ അംഗീകാരം നമ്മുടെ സഭയുടെ പരമാധ്യക്ഷന് ലഭിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ സഭ യഥാർത്ഥ സഭയാണെന്ന തിരിച്ചറിവ് ആഗോള തലത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. മറ്റാരും കിട്ടുകയില്ല. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയും ഒക്കെ രാവിലെ യാത്ര തിരിക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് തിരികെ പോരുന്നതിന് വേണ്ടി ഇറങ്ങുമ്പോൾ പരിശുദ്ധ കാതോലിക്ക ബാബയുടെ കാലിനടുത്ത് വരെ ചെന്ന് നിന്ന് മാർപ്പാപ്പ യാത്രയാക്കുകയാണ്. അത്രമാത്രം വലിയൊരു സ്ഥാനമാണ് മലങ്കര സഭയ്ക്കുള്ളത് എന്നുകൂടി ഇത്തരണത്തിൽ ഓർക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന എല്ലാ പോരാട്ടങ്ങളിലും നമുക്ക് പൂർണ്ണ വിജയമുണ്ടാകും എന്നുള്ള ശുഭാപ്തി വിശ്വാസം നമുക്ക് വേണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.